സാർ, ഈ കൊളസ്ട്രോളിനെ പറ്റി പറയുമ്പോൾ കുറെ ആൾക്കാർക്ക് നല്ല കൺഫ്യൂഷൻസ് ഉണ്ട്. അതായത് ഈ ചീത്ത കൊളസ്ട്രോള്, നല്ല കൊളസ്ട്രോള്, അങ്ങനെ കുറെ ആൾക്കാർക്ക്, സാധാരണക്കാർക്കൊക്കെ നല്ല കൺഫ്യൂഷൻസ് ഉണ്ട്. ഇതിലൊക്കെ എന്താ സംഭവം? കൊളസ്ട്രോൾ എന്ന് പറയുമ്പോഴേ നമ്മൾ ലിപ്പിഡ് പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ടാണ് അതിനെ ടെസ്റ്റ് ചെയ്യേണ്ടത്. ഈ ലിപ്പിഡ് പ്രൊഫൈൽ എന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ എല്ലാ കൊളസ്ട്രോളും അതിൽ പെടും. ആളുകൾക്കുള്ള സംശയം പോലെ തന്നെ ശരിക്കും കൊളസ്ട്രോളിൽ പല വിഭാഗങ്ങളുണ്ട്. അതിന് നമ്മൾ ടോട്ടൽ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും കൂടി ഒന്ന് ചെക്ക് ചെയ്യും. പിന്നെ അതിൻ്റെ അകത്ത് തന്നെ ഹൈ ഡെൻസിറ്റി ലൈപ്പോപ്രോട്ടീൻ, HDL എന്ന് പറയും. എന്ന് വെച്ചാൽ അത് ഗുഡ് കൊളസ്ട്രോൾ ആണ്. ഈ ഗുഡ് കൊളസ്ട്രോളിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ അത് കൂടുതൽ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഹാർട്ട് അറ്റാക്കിനെ അത് പ്രിവെന്റ് ചെയ്യും. അതേസമയത്ത് LDL എന്ന് പറഞ്ഞിട്ടുള്ള കൊളസ്ട്രോൾ ഉണ്ട്, വേറെയും ചില കൊളസ്ട്രോളുണ്ട്. ഈ LDL എന്ന് പറഞ്ഞ കൊളസ്ട്രോൾ ലോ ഡെൻസിറ്റി ലൈപ്പോപ്രോട്ടീൻ ആണ്. അത് നമുക്ക് കൂടുതലായി കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്കിനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ വേറൊരു സാധനം ഉണ്ട്, അതിൻ്റെ പേര് ട്രൈഗ്ലിസറൈഡ് എന്നാണ്. ഈ ട്രൈഗ്ലിസറൈഡ് കൂടിക്കഴിഞ്ഞാലും ഹാർട്ട് അറ്റാക്കിനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്കിത് മൊത്തം നോക്കിയെങ്കിൽ മാത്രമാണ് ഈ ആൾക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത കൂടുതലുണ്ടോ അതല്ല ഇയാൾ കുറച്ച് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ലിപ്പിഡ് പ്രൊഫൈലുള്ള ആളാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇനി ആര് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിലും ലിപ്പിഡ് പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ട് തന്നെ ചെക്ക് ചെയ്യണം. ഓക്കെ.